അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡോക്കറിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കമാൻഡ്സ് ആണ് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ലാസ്റ്റ് സെഷനിൽ നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. അതായത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ 1-2 കമാൻഡ്സ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഡോക്കർ റൺ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഡോക്കർ ഇമേജസ് എന്നിങ്ങനെയുള്ള 1-2 കമാൻഡ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ ഈ ഡോക്കർ ഇമേജിനെ കുറിച്ചെല്ലാം എന്താണ് ഡോക്കർ ഇമേജ്, എന്താണ് ഡോക്കർ കണ്ടെയ്നർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വ്യക്തത വരുത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡ്സ് നോക്കി പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ ഡോക്കർ ഇമേജസ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം ഡോക്കർ റൺ കൊടുത്തിട്ട് ഹലോ വേൾഡ് കൊടുത്തു. അപ്പം ഡോക്കർ റൺ കൊടുത്ത് ഹലോ വേൾഡ് കൊടുത്തപ്പോൾ ആക്ച്വലി സംഭവിച്ചത് ആ ഒരു ഇമേജ് പുള്ളി ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് റൺ ചെയ്യുകയാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനിലൂടെ നമുക്കത് നോക്കി കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാം. അതായത് നമുക്കിപ്പം ഡോക്കർ ഇമേജ് ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഈ ഒരു ഇമേജ്, ഡോക്കർ ഇമേജ്. അപ്പോൾ ഈ ഒരു ഇമേജിനെയാണ് നമ്മൾ ആ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നത്. അതിനുശേഷം ആണ് നമ്മൾ റൺ ചെയ്തത്. അപ്പോൾ ഡോക്കർ റൺ ആ ഒരു ഇമേജിൻ്റെ പേരാണ് നമ്മൾ കൊടുത്തത്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ഒറ്റയടിക്ക് നമ്മളതങ്ങ് റൺ ചെയ്തതാണ് ആ ഒരു ഇമേജിനെ. അപ്പോൾ സാധാരണ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ ഡോക്കർ പുൾ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഡോക്കർ പുൾ ആ ഒരു ഇമേജിൻ്റെ പേര് കൊടുക്കും. അപ്പോൾ അങ്ങനെ പുൾ ചെയ്ത് കൊണ്ട് വന്ന് നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത ശേഷം രണ്ടാമതാണ് ഡോക്കർ റൺ കമാൻഡ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഇമേജിൻ്റെ പേര് കൊടുത്ത് അത് റൺ ചെയ്യിക്കുന്നത്. അപ്പോഴാണ് അത് ഡോക്കർ കണ്ടെയ്നറായിട്ട് മാറുന്നതും ഡോക്കർ ആ ഒരു ആപ്ലിക്കേഷൻ റൺ ആവുന്നതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമല്ല. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ആ പുൾ ചെയ്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു ഈ ഒരു കമാൻഡ് കൊടുത്തിട്ട് ഡോക്കർ പുൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ആക്ച്വലി അത് എവിടെ നിന്നാണ് പുൾ ചെയ്തുകൊണ്ട് വരുന്നത്? നമ്മൾ ഓൾറെഡി രജിസ്ട്രീസിൻ്റെ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡോക്കർ ഹബിനെ കുറിച്ച്. അപ്പോൾ ഡോക്കർ ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്കറിൻ്റെ തന്നെ ഒഫീഷ്യൽ രജിസ്ട്രിയാണ്. രജിസ്ട്രി മീൻസ് ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഇമേജസ് സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ക്ലൗഡ് ബേസ്ഡ് ഒരു സ്റ്റോറേജ് ആണ് ഡോക്കർ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹബ്ബ് എന്ന് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ഡോക്കർ ഇമേജസിൻ്റെ ഒരു ഹബ്ബാണ്, അതാണ് ഡോക്കർ ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്കർ ഹബ്ബ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനൊന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. hub.docker.com എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോക്കർ ഹബിനകത്ത് നിന്നാണ് നമ്മൾ ഈ ഡോക്കർ പുൾ ആ ഒരു ഇമേജിൻ്റെ പേര് കൊടുത്തപ്പോൾ ആ ഇമേജ് പുള്ള് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ആയത്. അപ്പം നമ്മൾ ഹലോ വേൾഡ് എന്നാണല്ലോ കൊടുത്തത്. നമുക്ക് അങ്ങനെ ഒരു ഇമേജ് അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആദ്യം. വെറുതെ നമുക്കൊരു ഇമേജ് ഡോക്കർ ഹബിൽ നിന്ന് പുള്ള് ചെയ്തുകൊണ്ട് വരുന്നതിന്, അതായത് അതിൽ നിന്ന് എടുത്ത് നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നതിന് ഇപ്പം നമുക്ക് അക്കൗണ്ട് ആവശ്യമില്ല. പക്ഷേ തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ കസ്റ്റം ഇമേജസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ഈ പറഞ്ഞ ഡോക്കർ ഹബിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കണമെങ്കിൽ, സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഡോക്കർ ഹബിൽ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇപ്പോഴേ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്കർ ഹബ്ബ്, നമ്മളിവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഈ കൊടുത്ത ഇമേജിൻ്റെ പേരൊന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ട് കണ്ടില്ലേ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഇമേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇമേജിനെയാണ് നമ്മൾ പുള്ള് ചെയ്തുകൊണ്ട് വന്നത് ആക്ച്വലി നമ്മൾ ആ ഒരു എക്സാമ്പിൾ ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ തന്നെ ആ ഒരു പുള്ള് ചെയ്യേണ്ട കമാൻഡൊക്കെ ഇവിടെ കൊടുത്തേക്കും. ഡോക്കർ പുള്ള് ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് പുള്ള് ചെയ്യേണ്ട കമാൻഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ. പിന്നീട് ഈ ഒരു ഇമേജിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ റൺ ചെയ്യാം, ഡോക്കർ റൺ ഹലോ വേൾഡ് എന്ന് കൊടുത്താൽ റൺ ആവും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട എക്സാമ്പിൾ. നമ്മൾ ഡോക്കർ ഇൻസ്റ്റലേഷൻ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു എക്സാമ്പിളാണ് കണ്ടത്. ഡോക്കർ റൺ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെസ്പോൺസ് അതിൽ നിന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്കർ ഇമേജസ് ഹലോ വേൾഡ് കൊടുത്ത് നോക്കിയപ്പോൾ ആ ഇമേജ് നമ്മുടെ സിസ്റ്റത്തിലും കാണിച്ചു ഇതുപോലെ. അപ്പോൾ ഇവർ ആ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് ഇമേജസ് ഈ ഒരു ഡോക്കർ ഹബിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് എടുത്ത് നമുക്ക് പിന്നീട് കണ്ടെയ്നറായിട്ട് റൺ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അപ്പാഷയുടെ ഒരു ഇമേജ് ഉണ്ടോ എന്ന് നോക്കാം. HTTPD ഞാൻ എൻ്റർ ചെയ്തിട്ട് സെർച്ച് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഡോക്കറിൻ്റെ ഒഫീഷ്യൽ ഇമേജ് ഇവിടെ ഉണ്ട് HTTPയുടെ. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷീനിൽ നമുക്ക് അപ്പാഷെ സെർവർ പെട്ടെന്ന് റൺ ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കൺവെൻഷണൽ മെത്തേഡിൽ അപ്പാഷയുടെ സൈറ്റിൽ പോയി അത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് കറസ്പോണ്ടിങ് ബൈനറീസ് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമുക്കിവിടെ ഈ ഒരു ഡോക്കറിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു ഇമേജ് നമുക്ക് റൺ ചെയ്താൽ മതി, കണ്ടെയ്നർ ആക്കിയാൽ മതി. അപ്പം HTTPD സെർവർ അപ്പായി കഴിഞ്ഞു. അപ്പം നമുക്ക് ആ എക്സാമ്പിൾസ് എല്ലാം നോക്കാം. നമുക്ക്
ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഡോക്കർ ഹബ്ബ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അതായത് നമ്മൾ ആ ഒരു കമാൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംശയം വരും ഇത് എവിടെ നിന്നാണ് ഈ ഇമേജസ് എടുത്തുകൊണ്ട് വരുന്നത് എന്നുള്ളത്. അപ്പം ബൈ ഡിഫോൾട്ട് ഡോക്കർ ഹബ്ബിൽ നിന്നാണ് ഈ ഇമേജസ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സിസ്റ്റത്തിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇമേജസ് എല്ലാം തന്നെ ഒരു ലെയർ ബൈ ലെയർ ആർക്കിടെക്ചറായിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ആദ്യം ബേസ് ലെയർ ഡൗൺലോഡ് ആവും, പിന്നീട് ആ ഡിപ്പെൻസ് ഓൺ ദ ഇമേജ് ആണ്, ഒന്നിൽ കൂടുതൽ ഇമേജസ് ലെയേഴ്സ് കാണും. അപ്പോൾ ആ ലെയേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരും. അങ്ങനെയാണ് അത് ആ ഒരു ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയേഴ്സ് എല്ലാ നോൺ റൈറ്റബിൾ ലെയേഴ്സ് ആയിരിക്കും. അതിലൊന്നും നമുക്ക് ബൈ ഡിഫോൾട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. നമുക്ക് പിന്നീട് വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ഇമേജസ് ബിൽഡ് ചെയ്യാം. അത് ഇനി വരുന്ന ട്യൂട്ടോറിയൽസിൽ പറഞ്ഞുതരാം. നമുക്ക് ഡോക്കർ ഫയലൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഡോക്കർ ഹബ്ബിൽ നിന്ന് കിട്ടുന്ന ഇമേജസ് നമുക്ക് നോൺ റൈറ്റബിൾ ആണ്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെയർ, ടോപ്പ് മോസ്റ്റ് ലെയർ കണ്ടെയ്നർ ലെയർ എന്ന് പറയും. അത് മാത്രമേ നമുക്ക് റൈറ്റബിൾ ആക്സസ് നമുക്ക് കിട്ടുകയുള്ളൂ യൂസറിന്. അതാണ് നമ്മൾ കണ്ടെയ്നറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലെയറാണ് നമുക്ക് ആക്സസിബിളായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കും. നമുക്ക് ഈ ഒരു ഇമേജ് പുൾ ചെയ്തുകൊണ്ട് വരുന്നത് ഡോക്കർ ഹബ്ബിലാണ്. ഡോക്കർ ഹബ്ബിൽ ഇതുപോലത്തെ ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസിൻ്റെ ഇമേജ് റെഡിമെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കയറി സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ സാധാരണ കൺവെൻഷനലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാ ഇമേജസ് അവിടെ റെഡിമെയ്ഡായിട്ടുണ്ട്. അപ്പം തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും അവിടെ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരാം. ഡോക്കർ പുൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിൽ ലെയർ ബൈ ലെയർ എന്നുള്ളൊരു ആർക്കിടെക്ചറിലാണ് അത് സൂക്ഷിക്കുന്നത് എന്നുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ലെയർ ബൈ ലെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ലെയേഴ്സായിട്ട് സൂക്ഷിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് നിങ്ങളതിന് ഹെഡേക്ക് എടുക്കണ്ട, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇപ്പോൾ ഒരു ബേസ് ലെയർ ഉണ്ട്, പിന്നീട് ഇപ്പം ഇമേജ് ലെയേഴ്സ് കുറേ ഉണ്ടെന്ന് കണ്ടു, പിന്നെ കണ്ടെയ്നർ ലെയർ ഉണ്ട്, കണ്ടെയ്നർ സ്പെസിഫിക് ആയിട്ടുള്ള ലെയർ ഉണ്ട്. അപ്പോൾ ഇത് മിക്കവാറും ഉള്ള ഇമേജസ് എല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു മിനിമം ആൽഫൈൻ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഉബുണ്ടു ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഒരു മിനിമം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിട്ടായിരിക്കും ഇമേജസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്ത് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡോക്കർ ഹബ്ബിൽ ആർട്ടിഫാക്ട്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു ഇതിലുള്ള ഏതെങ്കിലും ഒരു ലെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് മുമ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഏതെങ്കിലും ഇമേജസും ഇനി ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ഇമേജസിലും അങ്ങനെ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലെയർ ഉണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ പുതിയൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ലെയർ പിന്നീട് ഡൗൺലോഡ് ആവില്ല. കാരണം അത് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. പിന്നീട് ബാക്കിയുള്ള ലെയേഴ്സ് ഡൗൺലോഡ് ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെസിഫിക് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഡോക്കറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തിയററ്റിക്കലി അറിയാൻ പറ്റും. നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന സെഷൻസിലും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നുകൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഡോക്കർ ഇമേജിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡോക്കർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ ഡോക്കർ ഹബ്ബിൽ നിന്നാണ് നമ്മൾ ഡോക്കർ ഇമേജ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്നത് ഡോക്കർ പുൾ കമാൻഡ് ഉപയോഗിച്ചിട്ട്. അതല്ല, നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാം, നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഡോക്കർ ഹബ്ബിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റാൻഡേർഡ് ഇമേജസിനെ മോഡിഫൈ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോക്കർ ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ആവശ്യമുള്ള കമാൻഡ്സും ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. എന്തായിരുന്നാലും അങ്ങനെ ഒരു ഡോക്കർ ഇമേജിനെ നമ്മൾ പിന്നീട് റൺ ചെയ്യുമ്പോഴാണ് ഡോക്കർ കണ്ടെയ്നർ ആവുന്നത്. അപ്പോൾ അതാണ് ഇനിയൊന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡോക്കർ ഇമേജാണ്. ഇത് ആപ്ലിക്കേഷൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഡോക്കർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതല്ല, ഈ ഡോക്കർ ഇമേജിൽ നിന്നാണ് പക്ഷെ നമ്മൾ ആ ഒരു റണ്ണിങ് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഡോക്കർ ഇമേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഈ കണ്ടെയ്നറാണ് നമ്മൾ പിന്നീട് ആക്സസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ആവുന്നത് ഈ കണ്ടെയ്നറാണ്. അപ്പോൾ ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്കർ ഇമേജ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റാണ്, ഒരു ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റിനെയാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പം ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഒരു അപ്പാഷെ വെബ് സെർവറിൻ്റെ കേസ് എടുക്കാം. അതിൻ്റെ കണ്ടെയ്നർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു അപ്പാഷെ വെബ് സെർവർ റൺ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ഡിഫോൾട്ട് ഒരു ഫയൽ സിസ്റ്റം വേണം. കാരണം ഒരു അപ്പാഷെ വെബ് സെർവർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താലും അതിൻ്റെ കോൺഫിഗറേഷൻ ഫയൽസ് സൂക്ഷിക്കാനും അതിൻ്റെ ഡോക്യുമെൻ്റ് റൂട്ടിലുള്ള വെബ് ഫയൽസ് സൂക്ഷിക്കാനും എല്ലാത്തിനും ഒരു ഫയൽ സിസ്റ്റം എന്തായിരുന്നാലും വേണം, അതിന് റണ്ണിങ്ങും വർക്കിംഗ് ഒക്കെ ആവുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ റൺ ടൈം ഫയൽസ് ആവശ്യമുണ്ട്, എൻവയോൺമെൻറ്റ് പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം
ഒരു ടെംപ്ലേറ്റഡ് ഫോമിൽ ഡോക്കർ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഫയലിൽ അബ്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫയൽ, അതായത് നമ്മുടെ ഡോക്കർ ഹബിലുള്ള ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യുന്ന സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഫയലിലുണ്ട് ഒരു കണ്ടെയ്നറൈസ്ഡ് ഫോമിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ഫയൽസൊക്കെ ഉള്ള ഒരു ഡയറക്ടറി നമ്മളിപ്പം സിപ്പ് ചെയ്ത് സൂക്ഷിക്കും അല്ലെങ്കിൽ റാർ ചെയ്ത് സൂക്ഷിക്കും. അതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഒറ്റ ഫയലിനകത്ത് ഡോക്കർ ഇമേജിനകത്ത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്, ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനും എൻവയോൺമെൻറ്റൽ കോൺഫിഗറേഷൻസും എല്ലാം. അപ്പോൾ ഈ ഡോക്കർ ഇമേജിൽ നിന്ന് ഒരു കണ്ടെയ്നർ സ്പോൺ ചെയ്യുമ്പോൾ ഈ ഡോക്കർ ഇമേജിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഫയൽ സിസ്റ്റവും എൻവയോൺമെൻറ്റൽ കോൺഫിഗറേഷൻസും എല്ലാമാണ് സപ്ലൈ ആവുന്നത് ഈ കണ്ടെയ്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോക്കർ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് ആണ്, അല്ലാതെ ആക്ച്വൽ ആപ്ലിക്കേഷൻ അല്ല, കണ്ടെയ്നർ അല്ല. ഡോക്കർ ഇമേജ് ഉപയോഗിച്ചിട്ടാണ് കണ്ടെയ്നർ ക്രിയേറ്റ് ആയി വരുന്നത്. നമ്മൾ റൺ കമാൻഡ് ഒരു ഡോക്കർ ഇമേജിനെ നമ്മൾ ഡോക്കർ റൺ ആ ഒരു ഇമേജിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെയ്നർ ക്രിയേറ്റ് ആയി വർക്ക് ചെയ്യും അത്. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് ആ ഒരു കോൺസെപ്റ്റ്. പിന്നീട് നമുക്ക് ഡോക്കർ ഇമേജിൽ നമുക്ക് പോർട്ട്സ് എല്ലാം ബൈ ഡിഫോൾട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കണ്ടെയ്നർ ആയി കഴിയുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യേണ്ട പോർട്ട് ആ ഒരു പർട്ടിക്കുലർ പോർട്ട് നമ്പറിലോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദ ഇമേജ് ഈ ഒരു ഡോക്കർ ഇമേജിൽ തന്നെ പറഞ്ഞേക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നേരത്തെ എടുത്ത് ആ ഒരു HTTPയുടെ കേസ് തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ HTTPയുടെ ഇമേജ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എപ്പോഴും നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ റെഫർ ചെയ്യുക, കാരണം ഓരോ ഇമേജസിനും വ്യത്യാസം കാണും. കണ്ടില്ലേ, അതിൻ്റെ ഓരോ കോൺഫിഗറേഷൻസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെ റൺ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ, പിന്നീട് അതിൻ്റെ ഇമേജ് വേരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നിലും ഡോക്കർ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഇമേജസിലും നമ്മളങ്ങനെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇമേജ് നമുക്ക് യൂസ് ചെയ്ത് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം, റൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഇതാണ്. ഡോക്കർ ഇമേജസിനെക്കുറിച്ചും ഇമേജസ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നതിനെക്കുറിച്ചും നമുക്ക് ആ ഇമേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെയ്നർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബേസിക് ഐഡിയ ഇതാണ്. 1-2 കമാൻഡ്സ് ലാസ്റ്റ് സെഷനിൽ തന്നെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡോക്കർ ഇമേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സിസ്റ്റത്തിലുള്ള ഇമേജസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തൊരു കമാൻഡ് വേണ്ടത് ഡോക്കർ PS എന്ന് പറയും. ഡോക്കർ PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജോ ഇതുപോലത്തുള്ള ഇമേജസോ ഉപയോഗിച്ച് ഏതെങ്കിലും കണ്ടെയ്നേഴ്സ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് റണ്ണിങ് സ്റ്റേറ്റിലാണെങ്കിൽ റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ ലിസ്റ്റ് ചെയ്തേനെ. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഓൾറെഡി ഇപ്പം ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഇമേജ് സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്കർ റൺ കമാൻഡ് ഉപയോഗിക്കാം. ഹലോ വേൾഡ് എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു, എൻ്റർ ചെയ്തു. കണ്ടില്ലേ, ഇതിപ്പോൾ റണ്ണായിട്ട് അതങ്ങ് എക്സിറ്റ് ആയി. ഔട്ട്പുട്ട് ഇവിടെ കാണിക്കാൻ ബൈ ഡിഫോൾട്ട് കാണിച്ചിട്ടുണ്ട്, ഹലോ ഫ്രം ഡോക്കർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഡോക്കർ PS കൊടുത്താലും, കാരണം ഈ ഒരു കണ്ടെയ്നർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതങ്ങ് റൺ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഔട്ട്പുട്ട് കാണിച്ച ശേഷം. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ റൺ ചെയ്ത ശേഷം കറൻ്റ്ലി റണ്ണിങ് അല്ലെങ്കിലും ഓൾറെഡി അതിന് മുമ്പുണ്ടായിരുന്ന റണ്ണായിട്ടുള്ള ഇമേജസ് കണ്ടെയ്നേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്കർ PS-all എന്നുള്ളതിന് ഒരു A എന്ന് പറഞ്ഞൊരു സ്വിച്ച് കൂടെ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് റൺ ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, 2 കണ്ടെയ്നേഴ്സ് ഇവിടെ റൺ ചെയ്തിട്ടുണ്ട് ഹലോ വേൾഡിൻ്റെ. നമ്മളൊന്ന് ആദ്യം ഈ ഡോക്കർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടി റൺ ചെയ്തപ്പോൾ ഉണ്ടായ ഹലോ വേൾഡും, രണ്ടാമത് ഇപ്പം നമ്മൾ ഒന്നുകൂടെ കൊടുത്തപ്പോൾ ഉണ്ടായ ഹലോ വേൾഡ്. ഒന്ന് 19 hours മുമ്പുള്ളത്, ഒന്ന് ഇപ്പോൾ കുറച്ച് സെക്കൻഡ്സ് മുമ്പുള്ളത്. അപ്പോൾ ഓരോ തവണ കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ആകുമ്പോഴും റൺ ആകുമ്പോഴെല്ലാം ബൈ ഡിഫോൾട്ട് ആ ഒരു കണ്ടെയ്നറിന് ഒരു ഡിഫോൾട്ട് യൂണിക് നെയിം ഡോക്കർ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കും. നമുക്കല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതൊക്കെ പിന്നീട് സ്വിച്ചസ് എങ്ങനെ ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഡോക്കറിൻ്റെ റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും മുമ്പ് റൺ ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സിൻ്റെ ലിസ്റ്റും എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്കർ PS-ഉം PS-A എന്നും നമ്മൾ ഉപയോഗിക്കുന്ന 2 കമാൻഡ്സ്. ആദ്യത്തെ നമ്മളിപ്പോൾ പഠിച്ചത് ഡോക്കർ പുൾ ഒരു ഇമേജിൻ്റെ പേര്. ഞാൻ നമുക്കത് ഒന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കാം. അതായത് ഡോക്കർ പുൾ ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് കണ്ടില്ലേ,
ഇമേജ് ഈസ് അപ് ടു ഡേറ്റ് ഫോർ ഹലോ വേൾഡ് ലേറ്റസ്റ്റ്. ഈ ഇമേജിൻ്റെ പേര് കഴിഞ്ഞ് ഒരു കോളൻ കഴിഞ്ഞ് കാണിക്കുന്നതാണ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടാഗ് നമ്മുടെ വെർഷൻ പോലെ തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ആണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റിന് എന്ന് കൊടുക്കാം. അതല്ല അതിന് മുമ്പുള്ള ഏതെങ്കിലും വെർഷൻസ് ഡോക്കർ ഹബിലുള്ളത് വേണമെങ്കിൽ അത് ഡോക്കർ ഹബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ഇമേജിനും മുമ്പുള്ള ടാഗ്സ് വെർഷൻസ് അത് ലിസ്റ്റ് ചെയ്തിരിക്കും. ആ ഒരു പർട്ടിക്കുലർ വെർഷനാണ് വേണ്ടെങ്കിൽ നമുക്കിവിടെ ലേറ്റസ്റ്റിന് പകരം അത് മാറ്റിയിട്ട് ആ ഒരു വെർഷൻ നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇമേജ് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, അപ് ടു ഡേറ്റ് ഫോർ ഹലോ വേൾഡ് ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡൗൺലോഡ് ചെയ്തില്ല, ഓൾറെഡി ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡോക്കർ ഇമേജസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കാം. അത് കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി ഉള്ള ഇമേജ് ഇവിടെ കാണിക്കും, ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കുറച്ച് കമാൻഡ്സ് ഇതുപോലുള്ളത് പഠിക്കാം.